ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ഫിഷിംഗ് ചാനൽ കപ്പിൾ ഓഫ് ഫിഷിംഗ്. അപ്പോൾ ഞാൻ നിങ്ങൾക്കിത് പറയാൻ പോകുന്നത് കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സാണ്. അതായത് നമ്മൾ ഫിഷിങ്ങിന് പോയിട്ട് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ചെറിയ ചെറിയ സർവീസുകൾ. ഇത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഫസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫിഷിങ്ങിന് പോകുമ്പോൾ നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു വെള്ളത്തിൻ്റെ സ്പ്രേ. ഇത് മെയിൻലി എന്താണെന്ന് വെച്ചാൽ സോൾട്ട് വാട്ടർ ഫിഷിങ്ങാണ് ഞാൻ മെയിൻലി പോകാറുള്ളത്. അപ്പോൾ നമ്മുടെ റീൽ മാക്സിമം തുരുമ്പ് പിടിക്കാൻ തുടങ്ങും. അപ്പോൾ തുരുമ്പൊഴിക്കാൻ അത് ഒഴിവാക്കാൻ മാക്സിമം എന്താ ചെയ്യണത്, നിങ്ങൾ കയ്യിൽ എപ്പോഴും ഒരു വെള്ളത്തിൻ്റെ സ്പ്രേ കൈ കരുതിയിട്ട് ജസ്റ്റ് ഇതുപോലുള്ള ജസ്റ്റ് നനച്ചു കൊടുക്കുക. അപ്പോൾ ആ ഉപ്പുകളൊക്കെ നമ്മുടെ മെയിൻലി നമ്മുടെ ബ്രൈഡിൽ നിന്നും പിന്നെ അതുപോലെ ബാക്കിയുള്ള പാർട്സിൽ നിന്ന് പോവും. ഓക്കെ, ഇത് ഏറ്റവും നല്ലത്. എപ്പോഴും നമ്മൾ ഫിഷിങ്ങിന് പോകുമ്പോൾ ഇത് കൊണ്ടുവരുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. അടുത്തതായിട്ട് ഇതിൻ്റെ സർവീസിലേക്ക് കേൾക്കാം. ഓക്കെ, ഞാനിപ്പോൾ ക്ലോത്ത് എടുത്തിട്ട് നമ്മളിപ്പോൾ ജസ്റ്റ് അതിൻ്റെ അകത്തുണ്ടായിരുന്ന മണലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഫുൾ തുടച്ച് കളയാം. ഓക്കെ, എന്നിട്ട് എനിക്ക് വേണ്ട സാധനങ്ങൾ ഞാൻ പറയാം. ഞാൻ കുറച്ച് ഓയിൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ എൻജിൻ ഓയിൽ നൈസായിട്ട് അടിച്ച് മാറ്റിയതാണ്. ഓക്കെ, ഓയിൽ, സ്ക്രൂ ഡ്രൈവർ, 8-10 സ്പാനർ, 8-10 സ്പാനർ, ഒരു നോസ് പ്ലെയർ. ഓക്കെ, ഇനി നമ്മുടെ റീൽ അത് തന്നെ ഇത് ഫുള്ള് റിമൂവ് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ കൂടെ തന്നെ ഇതും പോരും. ഓക്കെ, സോ അതിനെ അത് കെയർഫുള്ളായിട്ട് എടുത്ത് വയ്ക്കാം. പോവാം. പിന്നെ നമ്മുടെ പിന്നെ ഈ സാധനം ഉണ്ടല്ലോ, ഇത് നൈസായിട്ട് ഊരിയെടുക്കാം. ഇനി ഇവിടെയാണ് നമുക്ക് നമ്മുടെ സ്പാനർ വേണ്ടത്. ഇത് നോക്കണം ചെയ്യുക. ഇത് നമ്മൾ ടൈറ്റ് ചെയ്യുകയല്ല ചെയ്യേണ്ടത്, ലൂസ് ചെയ്യുക ചെയ്യേണ്ടത് ആക്ച്വലി. അതായത് ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് തിരിക്കേണ്ടത്. നമ്മൾ സാധാരണ ടൈറ്റ് ചെയ്യുന്ന സൈഡിലേക്ക് തിരിച്ച് ചെയ്യണ്ടല്ലോ, ഇത് അഴിഞ്ഞു പോരും. കാരണം ഓപ്പോസിറ്റാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ തുറക്കുവാണെങ്കിൽ ജസ്റ്റ് ടൈറ്റ് ചെയ്യാൻ നോക്കിയാൽ മതി, അത് തന്നെ അഴിഞ്ഞു പോകുന്നുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് തിരിച്ച് ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൂസ് ചെയ്താൽ മതി, എത്ര ടൈറ്റായിരിക്കും. എന്നിട്ട് എല്ലാം എടുക്കുന്ന എല്ലാ പാർട്സും അതുപോലെ തന്നെ വെച്ചാൽ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. ഇതങ്ങോട്ട് ഊരിയെടുക്കാം. ചില സമയത്ത് നമുക്കൊരു പ്രോബ്ലം ഉണ്ടാവും. അതായത് ഇത് നമ്മുടെ റീൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നു. അത് തിരിയുന്നതിന് കാരണം എന്ന് വെച്ചാൽ, അതായത് ഈ പോയിന്റ് ഉണ്ടല്ലോ, ഈ മെക്കാനിസം ഉണ്ടല്ലോ, ഇത് കാണാമോ, ഈ സാധനം ഇത് പ്രോപ്പറായിട്ട് വർക്ക് ആവാത്തതുകൊണ്ടാണ്. കണ്ടോ, ഇത് പ്രോപ്പറായിട്ട് ഇങ്ങനെ വർക്ക് ആവാത്തതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്ക് നമ്മുടെ ഫിഷിംഗ് റോഡിൻ്റെ ഈ ഹാൻഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നത്. ഓക്കെ, അത് വേറെ ഒന്നുമില്ല, ജസ്റ്റ് അത് കുറച്ച് ടൈറ്റ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ വല്ല ഉപ്പിൻ്റെ ഉപ്പ് അങ്ങനെ എന്തെങ്കിലും കയറി അടഞ്ഞിരിക്കുന്നതുകൊണ്ട് മാത്രമായിരിക്കും. ഞാനിപ്പോൾ ആദ്യം എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, നമ്മൾ നേരത്തെ വെള്ളം കണ്ടത് എടുത്തിട്ട് ഇത് കാപ്പർലാൻഡ് റീലാണ്. അതുകൊണ്ട് നിങ്ങൾ എത്ര വെള്ളം അടിച്ചാലും കുഴപ്പമില്ല. തുരുമ്പ് പിടിക്കുന്നുള്ള പേടിയൊന്നും വേണ്ട. തുരുമ്പ് പിടിക്കണം എന്നുണ്ടെങ്കിൽ മിനിമം ഇത് ഉപ്പുവെള്ളം കയറി മാത്രമേ പിടിക്കത്തുള്ളൂ. ഈ സാധനമാണ് കേട്ടോ നമ്മുടെ റീലിനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതെ ലോക്ക് ചെയ്യുന്ന സാധനം. പിന്നെ മെക്കാനിസം കാണാൻ പറ്റും. ഓക്കെ, അത് ഷോ യു. കണ്ടോ, നമ്മുടെ ഈ റീൽ തിരിയുമ്പോൾ കണ്ടോ, ഇതാണ് സംഭവം. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ വെള്ളത്തിലെ വാഷ് കഴിഞ്ഞ് നിങ്ങൾക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഇത് ഉണക്കാൻ വയ്ക്കാം, അല്ലെങ്കിൽ എന്നെപ്പോലെ ഒരു ബ്ലോ ഡ്രയർ യൂസ് ചെയ്യാം. ഓക്കെ,
ഞാൻ യൂസ് ചെയ്യുന്ന സിമ്പിൾ ഹെയർ ബ്ലോ ഡ്രയറാണ്. ഓക്കെ, ഓക്കെ. അപ്പോൾ നമ്മുടെ റീൽ ഒരു ഇത് ഉണങ്ങിക്കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത് കുറച്ച് ഓയിൽ. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, എൻ്റെ ബൈക്കിൻ്റെ അകത്ത് നിന്ന് അടിച്ച് മാറ്റിയ ഓയിൽ. ഇത് ഫ്രഷ് ആട്ടോ ആക്ച്വലി. ഈ ഓയിൽ 1-2 ഡ്രോപ്സ്, അതായത് ഇവിടുത്തെ ഇങ്ങനെ തിരിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എല്ലാം പ്രോപ്പറാവും. അതുപോലെ തന്നെ കുറച്ചും കൂടെ സ്മൂത്ത് ആവും ഇവിടുത്തെ ഏരിയാസൊക്കെ. ഓക്കെ, സി നമ്മൾ തിരിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി തിരിയുന്ന കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ എൻ്റെ വീല് നല്ല സ്മൂത്തായി. എല്ലാം തുടച്ച് മണെല്ലാം മാറ്റി തിരിച്ച് അതുപോലെ തന്നെ ഇടാം. ഓക്കെ, ഇത് ടൈറ്റ് ചെയ്യുമ്പോൾ ഇതിപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ലൂസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ടൈറ്റായി പോകും. ഓക്കെ, പോട്ടെ. ഓക്കെ, ഇനി അടുത്ത് വെക്കേണ്ട കാര്യം ഇങ്ങനെ അകത്തേക്ക് വരണം. പിന്നെ നമ്മുടെ റീല് അറ്റ് ലാസ്റ്റ് ഇത്രയും ചെയ്താൽ മതി. ഇത്രയും ചെയ്താൽ മതി നമ്മുടെ റീല്. ഓക്കെ, ഇപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ചിലവർക്ക് ഈ റിവേഴ്സ് ലോക്ക് ആവാത്ത പ്രശ്നമല്ലേ, അതുള്ളവർക്ക് അതും ശരിയാവും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു. നിങ്ങൾക്കിത് ഹെൽപ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക, അതുപോലെ തന്നെ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇത് എന്തെങ്കിലും തെറ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും അത് അറിയിക്കാം. പിന്നെ അതുപോലെ തന്നെ ഈ സർവീസ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ റിവേഴ്സ് പ്രോബ്ലമാണ് മെയിൻലി പോയി കിട്ടും. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ റീൽ കുറച്ചും കൂടെ സ്മൂത്ത് ആവും. പിന്നെ ഇതൊരു ലോങ്ങർ ലൈഫ് കിട്ടും നിങ്ങൾക്ക്. ഞാനിപ്പോൾ ഈ റീൽ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 3 വർഷമായി. ഇപ്പോഴും ഇതുപോലെ സർവീസ് ചെയ്യുന്നതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് കൊണ്ട് നടക്കാൻ പറ്റുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്.